ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, അതുപോലെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തേരെ കേട്ടോ. അങ്ങനെ വേദ ഹോളിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ വേദയ്ക്ക് ആ വീട്ടിലൊരു സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ വേദയുടെ അമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ മോൾ ആരാണെന്നറിയാവോ, അവളെ ഞങ്ങൾ എങ്ങനെ വളർത്തിയെന്നറിയാവോ, അവളുടെ പഠിപ്പ് എത്രയാണെന്നറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമലയോടും മാഷിനോടും ഇങ്ങനൊരു സ്ഥലത്താണോ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം? അപ്പോഴേക്കും ഇതൊക്കെ കേട്ടു വന്നുകൊണ്ട് വേദ, അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ, നീ ഒരു രാജകുമാരിയെ പോലെയല്ലേ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്, ഇവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ചങ്ക പെടയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, അതിന് ഞങ്ങൾ ആരെങ്കിലും ആണോ കാരണക്കാരി? ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലെ ഒരാൾ ചെയ്ത് തെറ്റുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ കഴിയേണ്ടി വന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരല്പം പോലും കുറ്റബോധം തോന്നുന്നില്ലേ? അമ്മ പ്ലീസ് മിണ്ടാതിരിക്കുക, ഇവരോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയുടെ അമ്മ മാഷിനോട് തന്നെയാണ് പിന്നെ ചൂടാവുന്നത്. എൻ്റെ കുട്ടി ഇതുവരെ ഒന്നിനും കഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നിനും. അവൾക്ക് ചുറ്റിനും എന്തിനും ഏതിനും ആളുകളുണ്ടായിരുന്നു, പറയുന്നത് അനുസരിക്കാൻ വേലക്കാരുണ്ടായിരുന്നു. ഓ, ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളുടെ വലിപ്പം പറഞ്ഞും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിവരിച്ചും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നന്ദിനി പറഞ്ഞപ്പോഴേക്കും മാഷ് തടയുക. നന്ദിനി എന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങളെക്കാൾ ഒരുപാട് യോഗ്യത കുറവുള്ളവരാണ് എന്ന് നന്നായിട്ട് ഞങ്ങൾക്കറിയാം, നമുക്ക് ഇരുന്ന് സംസാരിക്കാം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് തണുത്ത് സംസാരിച്ചപ്പോഴേക്കും വേദയുടെ അമ്മയൊന്ന് തണുത്തു കേട്ടോ. അവരെന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് കമലയോട് പറഞ്ഞു, മാഷ് പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു. മാഷ് പറഞ്ഞു, നോക്ക്, വീട്ടിൽ വരുന്നവരോട് അന്തസ്സോടെ പെരുമാറാനും അവർക്ക് കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കൊടുക്കാനും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കമല ജ്യൂസ് കൊണ്ട് കൊടുക്കുക, ഇവർക്ക് എടുത്ത് കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ അമ്മയും മുത്തശ്ശിയും കൂടിയിട്ട് അതെടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ഒരൊറ്റ കാരണമാണ് നിങ്ങളുടെ മകളെ ഞങ്ങൾ അംഗീകരിക്കാത്തതിന്, ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ കുടുംബത്തിൽ അവളെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ മകൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അവൾക്ക് ഇങ്ങനെ ഒരു പരിഗണന ഞങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അതിന് കാരണം അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മരുമകളായിട്ട് അംഗീകരിച്ചില്ല എന്ന്. ഈ വീട്ടിൽ നിന്ന് അവൾ എപ്പോൾ പോകാമെന്ന് സമ്മതിക്കുന്നോ ഞങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ അന്നേരം മുതൽ അവളോട് മാറ്റം ഉണ്ടാകും. അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, നിങ്ങളുടെ മകളെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതിന് കാരണം ഞങ്ങളുടെ മകനാണ്. അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ അമ്മ കയ്യും കൂപ്പി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വേദന അമ്മയും മുത്തശ്ശിയൊക്കെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ വീട് പോലെയല്ല, ഇതൊരു നരകമാണ്, ഞങ്ങൾക്കറിയാം. ദയവ് ചെയ്ത് നിങ്ങളുടെ മകളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ, അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് പോ. ആ കുട്ടിയുടെ നല്ല ഭാവിക്ക് ഈ വീട് ചേരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും കമല പറഞ്ഞു, ശരിയാ, ഈ വീട് നരകമാണ്. എൻ്റെ മോൻ താന്തോന്നിയായ ഒരു തെമ്മാടിയാണ്. അവനെക്കുറിച്ച് ആർക്കും നല്ലതൊന്നും പറയാനില്ല. നിങ്ങളുടെ മകളുടെ ജീവിതം എൻ്റെ മകനോടൊപ്പം ഒരിക്കലും നന്നാവില്ല. അവളെ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് കമലയും ചങ്ക് തകർന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്തായാലും മകൻ താന്തോന്നിയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഗതികേട് തന്നെയാണിത്. അപ്പോഴേക്കും വേദന അമ്മ ചോദിച്ചു, എൻ്റെ പൊന്നു വേദ, ഇവർ പറയുന്നത് കേട്ടില്ലേ? നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ? ആർക്കും നിന്നെ വേണ്ടാന്ന് മനസ്സിലായില്ലേ? പിന്നെ നീ എന്തിനാ ഇവിടെ കെട്ടിക്കയറി കിടക്കുന്നത്? വാ മോളെ, നീ വീട്ടിലേക്ക് വാ, നമുക്ക് അങ്ങോട്ട് പോകാം. നീ എന്തിനാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അമ്മ എന്താ അമ്മേ, ഞാൻ എന്താ പറയേണ്ടത്? അച്ഛൻ ദേഷ്യപ്പെട്ടു എന്ന് കരുതി, അമ്മ സങ്കടത്തോടെ ഒന്ന് പിണങ്ങിയെന്ന് കരുതി ആരെങ്കിലും വീട് വിട്ട് പോകുമോ? കമലയും മാഷും അന്തം വിട്ട് പോവാണ് കേട്ടോ. അതായത് അമ്മയും അച്ഛനുമായിട്ട് അവൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയല്ല അർത്ഥം. അന്നേരത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ എന്തിനാ മോളെ ഞങ്ങളെ വിട്ട് പോയത് എന്ന് പിന്നീട് ഇവരെന്നോട് ചോദിക്കില്ലേ? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അതെ മോളെ, അമ്മ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ സംസാരിച്ചു, പക്ഷേ ഒരു വാക്കെങ്കിലും ഇവർ കയർത്ത് സംസാരിച്ചോ? ഇല്ലല്ലോ. പകരം സ്വീകരിച്ചിരുത്തി പറഞ്ഞത് എൻ്റെ ഭാവിയെക്കുറിച്ചല്ലേ, എൻ്റെ നന്മയെക്കുറിച്ചല്ലേ, ഈ കയറി വന്നിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചല്ലേ അല്ലേ? അതൊക്കെ ഇവരുടെ നന്മ കൊണ്ട് തന്നെയാണ്. എനിക്കൊരു പേടി ഉത്കണ്ഠയില്ല അമ്മ ഈ വീട്ടിലെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട്. ഇനി എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷത്തോടെ അമ്മ വീട്ടിലേക്ക് പൊക്കോ. എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ, ഞാനിവിടെ വിട്ട് വരില്ല. അന്തം വിട്ട് നിൽക്കുകയാണ് വേദയുടെ അമ്മയും അതുപോലെ മുത്തശ്ശിയൊക്കെ. എന്തായാലും വേദയുടെ അമ്മ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. വേദയാണെ പുറകെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ പുറകെ പോവുക.
അപ്പോഴേക്കും മുത്തശ്ശി എഴുന്നേറ്റിട്ട് വിക്രത്തിൻ്റെ അച്ഛനോടും അമ്മയോടും കമലയോടും അച്ഛനോടും പറഞ്ഞു, അവൾ എൻ്റെ പേരക്കുട്ടിയാണ്, അവൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ പ്രേരണ അതിൻ്റെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനവും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ സമ്പന്നനാകുന്നത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടല്ല, അവരുടെ പെരുമാറ്റം കൊണ്ടാണ്. പിന്നെ അവളെപ്പോലെ ഒരു സമ്പന്നയായ മരുമകളെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടില്ല. അവളുടെ പെരുമാറ്റം കൊണ്ടും നന്മ കൊണ്ടും അവളെ മകളായിട്ട് തന്നെ കാണണം, അമ്മയെപ്പോലെ തന്നെ അവളോട് പെരുമാറണം. ഇത് കേട്ട് കമലക്കയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് അവളെ കണ്ടിരിക്കുന്നതും. പക്ഷേ അത് പ്രകടിപ്പിക്കാനായിട്ട് തടസ്സങ്ങൾ ഒരുപാടുണ്ട്. പുറത്ത് വേദന അമ്മ പോയി നിന്നിങ്ങനെ കരയുക, വേറെ ചെന്ന് സമാധാനിപ്പിക്കുക. എന്താ അമ്മ ഇങ്ങനെ? അമ്മ എന്തിനാ കരയുന്നത്? പിന്നെ നിന്നെ ഈ അവസ്ഥയെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം? അമ്മ എനിക്ക് എന്ത് അവസ്ഥയാ? ഇവിടെ നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ ഫെസിലിറ്റീസ് കുറവാണ്, പക്ഷേ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നത് ഫെസിലിറ്റീസിൽ ആണോ? നല്ല മനുഷ്യർക്കിടയിൽ കഴിയുമ്പോഴല്ലേ? അതെ, നിൻ്റെ താലി കെട്ടിയവനാ ആദ്യം നന്നാവേണ്ടത്, അല്ലാതെ അവരുടെ അച്ഛനും അമ്മയും അല്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരാളല്ല വിക്രം. പക്ഷെ അതെനിക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും. അതുവരെ ഞാനിവിടെ നിൽക്കേണ്ടത് അയാൾക്കും അത്യാവശ്യമാണ്. അപ്പോഴേക്കും വേദന അമ്മ ചോദിച്ചു, എന്താ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തൽക്കാലം എനിക്ക് പറയാൻ പറ്റില്ല, കാലം അമ്മയ്ക്കെല്ലാം മനസ്സിലാക്കി തരും. ഇതേ സമയം മുത്തശ്ശി പറയുക, എന്നാൽ ശരി പോട്ടെ, അപ്പം പറഞ്ഞതുപോലെ എന്നൊക്കെ വിക്രത്തിൻ്റെ അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും കണ്ടു നിന്ന നന്ദിനിക്കൊരു കാര്യം മനസ്സിലായി, ഇവളൊരു നടക്കി പോവില്ല. എന്തായാലും മുത്തശ്ശി വേദയുടെയും അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് വേദയുടെ അമ്മയോട് പറഞ്ഞു, പത്മം നീ ഇങ്ങനെ ഇവളുടെ മുമ്പിൽ കരഞ്ഞ് വിളിച്ച് നിന്നിട്ട് എന്താ കാര്യം? നീ വന്ന് വണ്ടി കയറ്. ഇവൾക്കുള്ളത് നമ്മുടെ മനുഷ്യരുടെ സഹായമല്ല, ഇവളുടെ കൂടെ ഉള്ളത് ഭഗവാന്മാരാണ്. എന്ത് കിട്ടിയാലും ദൈവത്തിൻ്റെ വരദാനമാണെന്ന് കഴിയുന്നവൾക്ക് ഏതവസ്ഥയിലും സന്തോഷിക്കാനാകും. അവൾക്കകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നീ ധൈര്യമായിട്ട് വണ്ടി കയറ്, പോയി വരട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വേദയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് വേദയാണ് പുഞ്ചിരിയോട് കൂടിയിട്ട് അമ്മയെ യാത്ര അയക്കുകയാണ്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ വിക്രം പുറത്തേക്ക് പോയതാണ്, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതാണ്. അപ്പോൾ എന്തോ എടുക്കാൻ മറന്നു എന്ന് മനസ്സിലായി. ഫോണോ എന്തോ എടുക്കാൻ മറന്നിട്ട് അപ്പോൾ അവനെ പോക്കറ്റിലേക്ക് ഒന്ന് തപ്പുന്നുണ്ട്. നേരെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. അപ്പം വിക്രത്തിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ കുറച്ച് പഴമൊക്കെ ആയിട്ട് അകത്തേക്ക് പോയ വേദ പതുക്കെ അവിടെ നിന്നു. ഡി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വിക്രം പതുക്കെ അവിടെ ഇറങ്ങി നിന്നു കേട്ടോ. എന്താ എന്നും ചോദിച്ചുകൊണ്ട് വേദ ഇറങ്ങി ചെന്നു. അല്ല, ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തിരിച്ചെത്തിയോ? ഓ, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അല്ല, ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും വരികയോ പോവുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്, അല്ലാതെ നിൻ്റെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ കെട്ടിയുണ്ടാക്കിയ ബംഗ്ലാവിലേക്കല്ല. അവിടേക്ക് കയറണമെങ്കിലേ ഈ യോഗ്യതയൊന്നും പോരാ. അതേടി, എനിക്ക് കുറച്ച് യോഗ്യത കുറവാ. അതറിഞ്ഞിട്ട് നീ എന്തിനാ അട്ട ചോര കുടിക്കുന്ന പോലെ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നത്? നീ എന്താ നിൻ്റെ വീട്ടിലേക്ക് പോകാത്തത്? പോയാലോ എന്ന് ഞാൻ വിചാരിച്ചതാ. എന്നിട്ട് എന്താ നീ പോകാത്തത്? എൻ്റെ അച്ഛനും പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് പോകാനായിട്ട്. ആ പാവം അങ്ങനെ പറഞ്ഞതേ നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. എടി, അത് ഞാൻ സമ്മതിച്ചല്ലോ. നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഇനിയും വൃത്തികെട്ടവനാകും. ഓ, അങ്ങനെയാണെങ്കിലേ എൻ്റെ സ്വഭാവം മാറും. എന്നാലും നീ ഇറങ്ങില്ല അല്ലേ? ഇല്ല മോനെ വിക്രമ, ഈ വീട്ടിൽ വന്ന് കയറി അന്ന് ഞാനൊരു തീരുമാനം പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോടുള്ള ആ ഒരു പ്രതികാരം അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതം നരകമാക്കി മാറ്റും. ഞാനത് തുടങ്ങിയില്ലല്ലോ, എന്നാൽ പിന്നെ നീ ചെയ്യടി. എന്താന്ന് വെച്ചാൽ ചെയ്യുക, തല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്യുക. എന്നിട്ട് എല്ലാം അവസാനിച്ച് നീ ഒന്ന് പോയിത്താ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് എന്നെ താലി കെട്ടിയ കോന്തനാണല്ലോ എന്ന് തോന്നുന്നത്. അപ്പം ദ്രോഹിക്കാനുള്ള മൂടങ്ങ് പോവും. ഇപ്പം ഞാൻ എന്ത് ചെയ്യും വിക്രമേട്ടാ? എന്തായാലും വന്നതല്ലേ, ഇതിൽ നിന്നൊരു 3-4 പഴം വേഗം അങ്ങോട്ട് വിഴുങ്ങിക്കോ. ഒരു പണിയും ചെയ്യാതെ തെക്ക് വടക്ക് നടന്ന് തല്ലുണ്ടാക്കി ആരോഗ്യം കളയുന്നതല്ലേ. ഇന്നാ വിക്രമേട്ടൻ്റെ പാവം അച്ഛൻ കഷ്ടപ്പെട്ട് അതെ ജീവനായിട്ടുണ്ടാക്കിയതാണ്, എന്നാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് 2 പഴം എടുത്ത് അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ തിന്ന് എന്നും പറഞ്ഞ് അവൾ കയറി പോകാൻ തുടങ്ങിയപ്പോൾ അതെടുത്തിട്ട് ഒരു പഴം എന്നും പറഞ്ഞിട്ട് അവളുടെ മേത്തേക്ക് എറിയും കേട്ടോ. അവളുടെ മേത്ത് കൊണ്ട് അവൾ ദേഷ്യത്തോട് കൂടിയിട്ട് തുറിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പണ്ട് ചായ ഒഴിച്ചത് അവൻ മറന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളുടെ നോട്ടം പന്തിയല്ലാന്ന് അവന് മനസ്സിലായി. കണ്ണു തുറപ്പിക്കാതിരി, കുത്തി പൊട്ടിക്കും. ഇതുവരെ പെണ്ണിനെ തല്ലിയിട്ടില്ല, നീയായിട്ട് അതും കേൾപ്പിക്കരുത്. അയ്യടാ, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ആണുങ്ങളെ തല്ലാനേ എനിക്ക് ഒരു മടിയില്ല. എന്താ കാണണോ? ഒന്ന് പോടിയൊന്ന് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വണ്ടിയിലേക്ക് കയറി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുക. വിക്രമാദിത്യൻ ചേട്ടാ, അതേ നല്ല മധുരമുള്ള പാളയും കൂടെ കഴിക്കുന്നില്ലേ? നിൻ്റെ മറ്റവന് കൊണ്ട് കൊടുക്കടി. മറ്റവന് തന്നെയല്ലേ തന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവനെ ചൊടിപ്പിച്ച് അവളിങ്ങനെ നിൽക്കുകയാണ്. വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടോ. വീട്ടിൽ നിന്ന് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാന്ന് വിക്രത്തിന് മനസ്സിലായി. എന്തായാലും വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോദ്യവുമായിട്ട് അച്ഛനും ആങ്ങളെയും നാത്തൂനും ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെ പോയിരുന്നു 2 പേരും? ഞാൻ ചോദിച്ചു കേട്ടില്ലേ?
അപ്പോൾ അങ്കിളിന് മനസ്സിലായില്ലേ, നമ്മുടെ മാനം കെടുത്തിയ ആ തെമ്മാടിയുടെ വീട്ടിലേക്ക് പോയതാ എന്ന് വർഷം ഇങ്ങനെ പറയാം കേട്ടോ. ചെന്നപ്പം നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ച് കാണൂലേ അവള്, ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ നിങ്ങൾക്ക് എന്ന് ശ്രീകാന്ത്. അല്ലെങ്കിൽ മുത്തശ്ശിക്ക് ചേച്ചിയോട് ഇത്തിരി അറ്റാച്ച്മെൻറ്റ് കൂടുതലാണെന്നൊക്കെ അറിയാം, പക്ഷേ ഇങ്ങനെ നാണം കെടണമായിരുന്നോ? നിങ്ങൾ നാണം കെടുത്തുമ്പോൾ തല താണു പോണത് അച്ഛൻ്റെയാ, അത് നിങ്ങൾ ഓർക്കണം എന്നൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇവരെ കുറ്റപ്പെടുത്തുക. അല്ല, അവളെ എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയത്? അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഉള്ളതൊക്കെ കഴിഞ്ഞോ? എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി, ഒരു കൂടപ്പറപ്പിനെ എത്ര പെട്ടെന്നാണ് അവളുടെ ചേട്ടനും നിൻ്റെ ഭർത്താവും ഒക്കെ കൈവിട്ടത്. എപ്പോഴും ഒരുമിച്ച് നടന്നിരുന്ന അനിയറ്റ് പോലും ഇപ്പം അവൾ അകറ്റി നിർത്തിയിരിക്കുകയല്ലേ, അവൾ വെറുത്തിരിക്കുകയല്ലേ. പക്ഷേ പെറ്റ വയറിന് അത് പറ്റില്ല ശ്രീകാന്തേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വേദന അമ്മ നിന്ന് കരയുക. അമ്മയ്ക്കും മകള് എപ്പോഴും മകള് തന്നെയാണ്, കൂടപ്പുറപ്പുകൾക്ക് അതൊക്കെ മാറാം. അപ്പം മുത്തശ്ശി എന്തൊക്കെ ഈ പറയുന്നത്? അവളെ ആരകറ്റി നിർത്തിയെന്നാ? അവളല്ലേ ഈ വീട് ഉപേക്ഷിച്ച് പോയത്? അവൾ ഏത് നിമിഷം തിരിച്ചു വന്നാലും ഈ വീട്ടിൽ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. മുത്തശ്ശി പറഞ്ഞത് കേട്ടാ എല്ലാവരും അവളെ തള്ളിക്കളഞ്ഞതുപോലെയാണല്ലോ. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും അവളെ തിരിച്ചെത്തിക്കാൻ തന്നെയാണ് നോക്കിയത്. എന്നിട്ട് നടന്നോ എന്ന് ജസ്റ്റിസ് ചോദിച്ച് ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് വരാം. എന്നിട്ട് നടന്നോന്ന്? നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവളുടെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവൾ വിട്ടുകളയണമെന്നാണോ എന്ന് വേദര അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ വഴിയില്ല. ഒരു തവണ കൂടി നിങ്ങൾക്ക് അവളോട് സംസാരിച്ചൂടെ? അവൾ നിങ്ങളുടെ മകളല്ലേ? അവൾക്ക് എന്നേക്കാ വിശ്വാസം ദൈവത്തിലും ജാതകത്തിലുമാണ്. ജാതകത്തിൽ 80 വയസ്സ് വരെ ആയുസുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ ബലത്തിൽ റെയിൽവേ ട്രാക്കിൽ തീവണ്ടിക്കടിപ്പെട്ട് മരണപ്പെട്ടു പോയ വിഡ്ഢിയാണ് അവൾ. ആർക്കും അവളെ രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അമ്മ പറഞ്ഞു, ഒരു തവണ അങ്ങനെ പറയരുത്, ഒരു തവണ നിങ്ങളൊന്ന് പോയി സംസാരിച്ചാൽ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ദയവ് ചെയ്ത് ഒരു തവണ നിങ്ങൾ അവളെ ഒന്ന് പോയി സംസാരിക്കുക. എന്തായാലും വേദര അച്ഛനൊന്നും മിണ്ടിയിൽ അങ്ങ് പോവുകയാണ്. അമ്മയുടെ കരച്ചിൽ കണ്ട് ശ്രീകാന്തും അമ്മയ്ക്കരികിലേക്ക് വന്നു. ഇതേസമയം വേദര അച്ഛനും ആലോചിക്കുകയാണ്, പുള്ളിക്കാരനും മനസ്സ് കല്ലാക്കിയിട്ടൊന്നും അല്ല, എന്തായാലും അവളോടുള്ള സ്നേഹം മനസ്സിലിങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല അച്ഛനും മകളും ഒരുമിച്ച് കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആ അച്ഛൻ അകത്ത് മുറിയിൽ പോയി നിന്നിങ്ങനെ കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും ഈ വേദര അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു തവണയെങ്കിലും ചിലപ്പോൾ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇദ്ദേഹം തീരുമാനിക്കും. എന്തായാലും ഈ ഒരു സീനിന് അകമ്പടിയായിട്ട് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സോങ്ങും കൂടെ കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അച്ഛൻ കണ്ണൊക്കെ തുടച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. ആ ഭഗവാന്റെ മുൻപിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്കിന് മുമ്പിൽ ഇരിക്കുന്ന വിഗ്രഹത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. മഹേശ്വര, നിനക്ക് അറിയുമോയെന്ന് അറിഞ്ഞുകൂടാ, ഈ വീട്ടിലെല്ലാവരും നല്ല മനസ്സുള്ളവരാ. എന്തായാലും ഒരു പണിക്കും പോകാത്ത വിശ്വേട്ടൻ കൂടി മുറിക്കുള്ളിൽ നല്ല തിരക്കിട്ട ഉറക്കമാണ്. സത്യത്തിൽ ഒട്ടും ബിസി അല്ലാത്തത് ഞാനും എനിക്ക് ജീവിതം ഏൽപ്പിച്ചു തന്ന നീയുമാണ്. അല്ല, ഇനി എത്ര കാലം ഇനി ഇങ്ങനെ കൊണ്ടുപോകാനാ പ്ലാൻ? എന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ശരിയാക്കണേ, അതോ ഞാൻ കഷ്ടപ്പെടട്ടെ എന്നാണോ? നിൻ്റെ തീരുമാനം അതാണെങ്കിൽ അതനുസരിക്കാതിരിക്കാൻ എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ല കേട്ടോ. അത് വൈകിക്കാതെ നോക്കണം എന്നതാണ് എൻ്റെ അപേക്ഷ എന്നൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് വേദ. എന്തായാലും ദൈവമേ, മഹേശ്വരൻ നിനക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും, അതെന്താണെന്നുകൂടി എനിക്കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി തരണേ. അല്ല, എൻ്റെ സ്വപ്നത്തിൽ വന്നൊന്ന് പറഞ്ഞാലും മതി, ഒന്ന് പ്രതീക്ഷിച്ചിരിക്കാമല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വേദ ഇതിപ്പോൾ ആരോടാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാതെ രാധ ഇച്ചിരി നേരം ഒന്ന് നോക്കി നിന്നു. എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിക്കുക കേട്ടോ. അപ്പം വേദ ശ്രദ്ധിച്ചില്ല, രാധ വന്ന് വിളിച്ചൊന്നും വേദ കേട്ടില്ല. ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് രാധ, നിനക്കെന്താ ചെവി കേട്ടൂടെ? ഇവിടെ ഇപ്പം നീ ഞാനും അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ, നീ എന്താ സംസാരിക്കുന്നത്? അതെ, എനിക്ക് പേരുണ്ട് വേദ, അല്ലാണ്ട് നീ എന്നൊന്നും വിളിക്കണ്ട. അപ്പോൾ രാധ പറഞ്ഞു, എനിക്ക് അത് വിളിക്കാൻ സൗകര്യമില്ലെങ്കിലോ? നിനക്ക് ഇവിടുന്ന് പോകാറായില്ലേ വേണേ? അതെന്തോ, ഞാൻ പോയിട്ട് വേണോ നിനക്ക് ഇവിടെ ഇരിക്കാനായിട്ട്? ഇവിടെ വേറെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, ഞാൻ എതിരൊന്നും പറയാൻ പോകുന്നില്ല, നീ പോയി ഇരുന്നോ. അപ്പോൾ രാധ പറഞ്ഞു, എന്നെ ഇരുത്താൻ നീ മെനക്കെടണ്ട, നീ ഈ വീട്ടിൽ ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാ. അപ്പോൾ വേദ പറഞ്ഞു, അത് എനിക്ക് കൂടി ഒന്ന് മനസ്സിലാവട്ടെ. അതെ, നീ ഇവിടെ വന്നിട്ട് 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് ഈ വീടുമായിട്ട് എത്ര കാലത്തെ ബന്ധമുണ്ടെന്നറിയോ? അതുകൊണ്ട് നിന്നേക്കാളും കൂടുതൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിനക്കെന്താ പെണ്ണെ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഈ വിക്രം ആരാന്നെന്നിൻ്റെ വിചാരം? എടി പെണ്ണെ, അവൻ നീ കരുതുന്ന പോലെ ഒരാളല്ല. ശരിക്കും ഒരു ഭയങ്കര തെമ്മാടിയാ, മുഴുക്കുടിയനാണ്. ഒരു ദിവസം എത്ര പെഗടിക്കുന്ന ഒരാൾക്കും അറിയാൻ പാടില്ല. ഒരു 4 പാക്കറ്റ് സിഗരറ്റെങ്കിലും ദിവസവും വലിക്കും. പിന്നെ കഞ്ചാവും, പിന്നെ MDMA ഇല്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ പെൺവിഷയത്തിലാണെങ്കിൽ പറയുകയും വേണ്ട. വേദ ഇതൊക്കെ കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. പക്ഷേ വേദയ്ക്കറിയാം രാധ ഇത് പറയുന്നത് എന്തിനാണ് എന്നൊക്കെ അറിയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.
എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദയുടെ അച്ഛനും ആങ്ങളെയും കൂടിയിട്ട് ഈ വേദയുടെ വീട്ടിലേക്ക് വരികയാണ് വിക്രത്തെ കാണാനായിട്ടല്ല വേദയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. പക്ഷെ വന്നതും ആ സംസാരിക്കുന്നതും അഹങ്കാരത്തോടു കൂടി തന്നെയാണ്. ആ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ മാഷിനെയൊക്കെ തരം താഴ്ത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. മാഷും കുറച്ച് കടുപ്പത്തിൽ തന്നെ സംസാരിച്ചു കേട്ടോ. എന്തായാലും വേദയുടെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. വിക്രവുമായിട്ടൊന്ന് കൊമ്പ് കോർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവരവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പം ഇതാണ് നാളത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. സി ഓക്കെ, താങ്ക് യു.